ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. നമ്മൾ എണ്ണീറ്റു ഗൈസ്, നന്നായിട്ട് ഉറങ്ങി. പക്ഷെ ചില ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. എന്താ സ്വപ്നത്തിലെല്ലാം വന്നോ? അല്ല, പിന്നെന്ത്? തലയാണി കുറെ ഉണ്ട്, അതുകൊണ്ട് കിടക്കാൻ പറ്റുന്നില്ല. പിന്നെ മാറ്റി വെക്കണോ? മാറ്റി വെച്ചിട്ട് പിന്നെ കിടന്നത്. ഗൈസ്, രാവിലെ ഇവിടെ 10:30 വരെ ഉള്ളൂ റെസ്റ്റോറൻറ്റ് താഴെ. ഇപ്പം 10 മണിയായി. നമുക്ക് പെട്ടെന്ന് വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ദിവസം എങ്ങനെയായിരിക്കും, അതാണ് ഗൈസ് ഇന്നത്തെ വ്ളോഗ്. ഇന്നത്തെ ഡേ ഫുള്ളൊരു വ്ളോഗായിരിക്കും. ഡേ ഇൻ അവർ ലൈഫ്. ഇത് ഗൈസ്, നമ്മൾ ഇന്നലെ ഇവിടെ എന്ന പോലെ എന്തോ ഒരു കുന്തം മറച്ചു വെച്ചിട്ടുണ്ട്. വ്യൂ ആണോ എന്തോണെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മളത് കണ്ടില്ലല്ലോ. നമുക്കിന്ന് കാണാം എന്താണ് അവിടെ ഒന്ന് തുറന്ന് കാണാം. ബാ. പിന്നെ അതെ, ഷീറ്റാണ് പക്ഷെ കൊള്ളാം കേട്ടോ. പക്ഷെ ഇതല്ല ശരിക്കും വെട്ടം ഗൈസ്, ഇതല്ല ശരിക്കും വെട്ടം. ഫോണിന് എന്ത് പറ്റി? ശരിക്കും ഇതല്ല വെട്ടം. ഇതാണ് ഗൈസ് ഇവിടെ നിന്നുള്ള നമുക്ക് വ്യൂ കിട്ടിയത്. ഫുള്ള് ഷീറ്റ്. എന്തിനാ നടക്കുന്നത്? ഇതാണ് വ്യൂ. നാച്ചുറൽ ലൈറ്റ് കയറട്ടെ. പല്ല് തേക്കാം ഗൈസ്. എനിക്ക് ബ്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ മണി ഡോക്ടർ തന്ന ബ്രഷ് ഞാൻ എടുത്തോണ്ടാണ് വന്നത്. യദുകൃഷ്ണ എടുത്തില്ല. അവനറിയാം ഇവിടെ ബ്രഷ് ഉണ്ടെന്ന്, ഡെന്റൽ കിറ്റ്. അപ്പം ഇത് നമ്മൾ യദുകൃഷ്ണന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നു ഗൈസ്. പേസ്റ്റ് എന്തെങ്കിലും ഉണ്ട്? എല്ലാം അറിഞ്ഞു വെച്ചോണ്ട്. ഇവൻ നേരത്തെ എപ്പോഴോ ഇങ്ങനത്തെ ഹോട്ടൽസ് റൂമിലൊക്കെ വന്നിട്ടുണ്ട് ഏതോ പെണ്ണിനെ കൊണ്ട്. അപ്പൊ പല്ല് തേപ്പിക്കട്ടെ ഗൈസ്. പല്ല് തേച്ചിട്ട് പല്ല് നാണില്ലേ വൃത്തിയായിട്ടിരിക്കുന്നു. ഓക്കെ, ശരി, പല്ല് തേച്ചിട്ട് വരാം ഗൈസ്. നിങ്ങളും പോയി പല്ല് തേക്ക്. മരുന്ന് കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. കാലൊട്ടുവാണെങ്കിൽ ഭയങ്കര ഇതായിട്ട് നിക്കുന്നു. ഇത് സ്റ്റിഫായിട്ട് ഭയങ്കര കല്ല് പോലെ ഇരിക്കുക. കാണുന്ന പോലല്ല. ഞാൻ നടക്കുന്ന സമയത്ത് പോലും എനിക്ക് ഇത്ര ആരോഗ്യം ഇല്ലായിരുന്നു. അയ്യോ, കണ്ടോ, എനിക്കറിയാണെന്ന്. അല്ലെന്നുണ്ടൊരു വീഡിയോ എടുക്കുമ്പോ അതിനത്ര കട്ടിയായിട്ട് കാണിക്കരുത്. മുമ്പ് തൊടാൻ പറ്റുന്നില്ലായിരുന്നു. കണ്ടോ? മടങ്ങുന്നില്ല. ഭയങ്കര പാടാ. മരുന്ന് കഴിക്കുമ്പോ കുറച്ച് ഇതായിട്ട് വരും. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് എന്തൊക്കെയാന്ന് കാണാം. അതിന് മുന്നേ പല്ല് തേക്കാം. നമുക്ക് പല്ല് തേച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട തിന്നു പല്ല് തേക്കാതെ. ചോദ്യം അങ്ങ് വൃത്തിട്ട ശീലമുണ്ട്. ഞാൻ അങ്ങനല്ല, പല്ല് തേക്കാതെ തിന്നുന്നത്. പിന്നെ നിങ്ങൾക്കറിയാലോ എന്റെ പല്ല് കണ്ടില്ലേ? എന്റെ പല്ല് കണ്ടില്ലേ? അത് കൊള്ളാം. ഉത്തരവാദിത്തം ഉണ്ടോ? എനിക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല. വീട്ടിൽ കിടക്കുന്നവരുടെ എനിക്ക് ഉത്തരവാദിത്തം എടുത്താൽ മതിയായിരിക്കും. ശരി, ഓക്കെ. അപ്പൊ ഞങ്ങള് മാറി താമസിച്ച് ഞങ്ങളൊന്ന് വിളിക്കത്ത പോലും ഇല്ലെന്ന് അർത്ഥം. നിങ്ങൾ മാറി താമസിക്കുന്നത് വേറെ, ഹോട്ടലിൽ പോയി കിടക്കുന്നത് വേറെ. ഫ്രീ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഗൈസ്, ഇതൊരു ടോക്സിക് ഫാമിലിയാ ഞങ്ങളുടെ. എന്നിട്ട് വലിയ കാര്യത്തി. അയ്യോ, രാവിലെ അവരെന്തോ വിചാരിച്ചാണ്, അവരെ വിളിക്കണ്ടേ എന്നും പറഞ്ഞോണ്ട് വിളിച്ചതാ. എന്തിനാ എത്താടി രാവിലെ? എന്തിനാ വിളിച്ചേ? നീ എവിടെയെങ്കിലും പോകുന്നതിന് ഞാനെന്താ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത എന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 2 ഓംപ്ലേറ്റ്,
2 വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ ഇഡ്ഡലി 2 പേർക്കുള്ളത്, സാമ്പാർ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. കഴിച്ചിട്ട് പറയാം ഗൈസ് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ എൻ്റെ വന്നപ്പം മുതൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നൊരു സാധനം ഇത്. പക്ഷെ പൊട്ടിച്ചാലോ എന്നിങ്ങനെ, പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് ഒരു റെഡ് ബുൾ ഇരിപ്പുണ്ട് ഗൈസ്. അത് ഇങ്ങനെ മനസ്സിങ്ങനെ പറയാ പൊട്ടിക്കേ നമ്മളുണ്ട്. ജ്യോതികാജ്, എനിക്കൊരു കാപ്പി ഉണ്ടാക്കിത്താ കേട്ടോ. അങ്ങനെ നമ്മൾ ഇഡ്ഡലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കഴിക്കാം ഗൈസ്. നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ചട്നി. അല്ല, 3 ഇഡ്ഡലി വെച്ചതാണല്ലേ ഇവര്? എന്താ ഒരു പ്ലേറ്റ് ഇഡ്ഡലി 3 എടുത്തുള്ളൂ. 2 എക്സ്ട്രാ വെക്കായിരുന്നു ഗൈസ്. അത് 3 ഉള്ളതുകൊണ്ട് അല്ല, അത് ഉള്ളതുകൊണ്ട് നമ്മളൊരു ഓംലേറ്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 900 രൂപയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. 903 രൂപ. 3 ഇഡ്ഡലി, ഒരു ഓംലേറ്റ്, ഒരു ജ്യൂസ്. നമ്മളെ കണ്ടപ്പോ അവർക്ക് തോന്നുന്നു ലോ ക്ലാസ് ആയിട്ടാണ്. എന്നിട്ട് അത് നമ്മളതൊക്കെ പറഞ്ഞു ബില്ല് വേണം ഒന്നുകൂടെ നോക്കിക്കൊള്ളായിരുന്നു. ഇച്ചിരി സൈഡിലായി. നിനക്ക് ഇച്ചിരി വേണോ? സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഡ്ഡലി ഇച്ചിരി കട്ടിയാ. നമ്മുടെ വീട്ടിലല്ലേ ഉള്ളൂ പഞ്ഞി പോലെ. ചമ്മന്തി ഒന്നും വേണ്ടേ? അങ്ങനെയല്ലല്ലോ, എല്ലാവരും മിക്കയിടം പഞ്ഞി പോലാണ്. മീൻസ് അവര് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ട് കൊറേ നേരമായി. എനിക്ക് ചമ്മന്തി ഉണ്ട്. പറ എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഓരോന്നായിട്ട് തിന്ന് നോക്കട്ടെ. ഇഡലിക്ക് ഭയങ്കര കട്ടി കൂടുതലാ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഇഡലിക്ക് പിന്നെ ഇഡലിയുടെ ടേസ്റ്റ് അല്ലാണ്ട് അങ്ങനല്ല. സാമ്പാർ നല്ല മല്ലിയിലൊക്കെ ഇട്ട സാമ്പാറാ. വീട്ടില് കൈ കൊണ്ട് വാക്കെന്ന് കഴിക്കുന്ന ടീംസ് ഒക്കെയാ. ആര്? ഞാനിപ്പോഴും കൈ കൊണ്ട് തന്നെ കഴിക്കുന്നത്. ഓംപ്ലേറ്റ് ചെത്തുന്നു, കുത്തുന്നു, കഴിക്കുന്നു. അത് ടേബിൾ മാനേഴ്സ് അങ്ങനെ. പക്ഷെ നമ്മൾ ശീലിച്ച വഴി നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ടാ കഴിക്കുന്നത്. ഞാൻ തനിമയാർന്ന മലയാളിയാ. ഞാൻ പരിഷ്കാരി. മറ്റേ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അർദ്ധരാത്രി ചേരുമ്പം കൊട എടുക്കണമെന്ന്. അല്പൻ അർദ്ധരാത്രിയിൽ കൊട പിടിക്കും. അത് വീട്ടില അതൊന്നും 4 കിലോമീറ്റർ ഇല്ല വീട്ടിലോട്ട്. ഭയങ്കരമായിട്ട് പരിഷ്കാരിയായിരുന്നു ഗൈസ്. ഓംലേറ്റ് എങ്ങനെയുണ്ട്? ഉപ്പില്ല, കൊഴപ്പില്ല. എനിക്ക് തണുത്തോണ്ടാന്ന് തോന്നുന്നു. നമ്മള് ഫുഡ് അവര് സെർവ് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് നമ്മൾ പല്ലൊക്കെ തേക്കാൻ പോയത്. ആ സമയം കൊണ്ട് ശരിക്കും തണുത്തല്ല. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് കുടിക്കാൻ ഗൈസ്. ഞാൻ വാട്ടർ ഓൾറെഡി എടുക്കുന്നുണ്ട്. യദുകൃഷ്ണാണ് വ്ളോഗ് കൈകാര്യം ചെയ്യുന്നത്. ഷോർട്സ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് ഗൈസ്. അതുകൊണ്ട് എന്താ, വ്ളോഗ് ഒന്നും ഇല്ല. നീ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നീ അത്രക്ക് റെസ്പോൺസിബിൾ ആ. അല്ലാണ്ട് എങ്ങും പോവാത്തോണ്ടൊന്നും അല്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വാട്ടർമെലൺ ജ്യൂസ്. ഞാൻ വാട്ടർമെലൺ ജ്യൂസ് എപ്പോഴും കുടിക്കുന്ന ഒരാളാ. പക്ഷെ അതിനെ സംബന്ധിച്ച് ഈ വാട്ടർമെലൺ മധുരമില്ല. അങ്ങനെ മധുരമില്ലെന്നോ? ഷുഗറിൽ പാടി കാണത്തില്ല കിലോയില്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഷുഗർ അങ്ങനെ. അവൻ ഷുഗർ ഫ്രീയും ഈ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ അടിച്ചു കുടിക്കുന്നോണ്ട് ഇവൻ അങ്ങനത്തെ വലിയ പെട്ടെന്ന് ഇത് കിട്ടത്തില്ല. വാട്ടർമെലന്റെ ടേസ്റ്റ് മധുരമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും അല്ല മോർണിംഗ് സംഭവങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു?
വീട്ടില് വെറുതെ കിട്ടുന്ന ഇഡലിയും സാമ്പാറും നമ്മൾ ഇവിടെ വന്ന് 903 രൂപ കൊടുത്ത് മേടിച്ച് കഴിക്കുന്നു. കുത്തലേ, എന്തൊരു കുത്തല. പക്ഷെ കൊള്ളാം, നമ്മള് കഴിച്ചു. സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് മല്ലിയില ഇട്ട സാമ്പാർ. എന്റെ അമ്മയ്ക്ക് മല്ലിയില ഇഷ്ടമല്ലാത്ത അമ്മ അങ്ങനെ മല്ലിയില ചേർക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ മല്ലിയിലേക്ക് ഇട്ട് സാമ്പാർ ഉണ്ടാക്കും ഗൈസ്. ശരിക്കും ഇന്നലെ മുതൽ ഗൈസ് ഞാൻ നിങ്ങളോട് എന്തോ പറഞ്ഞോണ്ടിരുന്നത്, നമ്മൾ ഡേറ്റിന് വന്നു, നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യണം. ഇത് കണ്ടോ, രാവിലെ ഇഡലി തിന്നിട്ട് കേറി കിടന്നതാ അവള്. എന്തോ അടി ഇത്? നിനക്ക് റിലാക്സേഷൻ ആണെങ്കിൽ നീ മേളി കിടന്നാ പോരായിരുന്നോ? വീടിന് മേളി. നമുക്ക് എവിടെ പോകുമ്പോ കറങ്ങിട്ട് വരാം മൊത്തത്തിൽ, ഇതിനായി ഹോട്ടലിന്റെ താഴെയൊക്കെ. എനിക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. കോൾഡ് കോഫി എന്ന് പറയാൻ പറ്റത്തില്ല, ചൂടുവെള്ളം തിളപ്പിക്കാൻ വയ്യ. അല്ലേ ഇങ്ങനെ തിളപ്പിച്ചാലോ? ചായ തിളപ്പിക്കും. കോൾഡ് കോഫി തരാന്ന് പറഞ്ഞ പിന്നെ എന്നെ പറ്റിച്ചു ഗൈസ്. ഒരു വെള്ളം നയിക്കണം കേട്ടോ. നമ്മള് വീട്ടിൽ നിന്ന് ഫ്ലാസ്ക് ഒക്കെ കൊണ്ടാ വന്നത്. അതെ, തണുപ്പ് നിക്കാൻ വേണ്ടി. കാപ്പിയാന്നൊക്കെ പറയുന്നുണ്ട് ഏതോ ദിവസം. കാപ്പിയല്ല, കോഫി അല്ല. എന്താ വേണ്ടത്? എന്തോ കിട്ടും, അത് തന്നാ മതി. എനിക്കൊന്നും വേണ്ട. ഞാൻ കുടിക്കത്തില്ലല്ലോ, എന്നാ വീട്ടിൽ കുടിക്കത്തില്ലേ? നെസ്കഫേയുടെ ക്ലാസിക് വേണോ അതോ സാധാ തേയില വേണോ? ഏത് വേണോ? ഏത് വേണം? നെസ്കഫേ മതി. എനിക്കറിയത്തില്ല ഏതൊക്കെ ഇത് എന്തോ കാണിക്കുന്നത്. ഇങ്ങനല്ല പൊന്നെ, ഇങ്ങനെ ഏതൊക്കെ ഉണ്ടാക്കിയ കോഫി അടിപൊളി. ആര് പറഞ്ഞു? നീ കുടിക്ക്. കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു. പൊടി ഇല്ല, അത് വെള്ളം കൂടുതൽ. നീ കുടിക്ക്. ഭയങ്കര ചൂടല്ലേ? ഇല്ല, ചൂടില്ല. മധുരം ഇച്ചിരി കുറവ്, അത്രേ ഉള്ളൂ. മധുരം ഇടാമല്ലോ. എങ്ങനെയുണ്ട് പറ. വാട്ടവെള്ളം ജ്യോതികാജെ, ശരിക്കും വാട്ടവെള്ളം, കുഴപ്പമില്ല. വാട്ടവെള്ളം ഒന്ന് മധുരം ഇല്ലാത്തതിന്റെ അടി പൊട്ടി. കേസ് കണ്ടോ, കൊള്ളത്തില്ലാതെ ഇടക്കിടക്ക് എന്തുവാ? എനിക്ക് വേണ്ട, ഞാൻ വീട്ടിലെ കാപ്പി കുടിക്കത്തില്ല. നീ അത് കുടിക്ക്. ഇത് ബ്രൂവാ, അല്ല നെസ്കഫേ. നെസ്കഫേ ഇത്രയും വെള്ളം അതിനകത്ത് ഒഴിക്കത്തില്ല. വെള്ളം ഒഴിക്കത്തില്ല, അതിനനുസരിച്ച് മറ്റേ പാൽപ്പൊടി ഇട്ടാ മതി. പക്ഷെ പാൽപ്പൊടി ഇല്ല. പിന്നെ കൊഴപ്പില്ലെന്ന് നീ അങ്ങ് ഉള്ള കാര്യം പറ. ശരിക്കും കൊഴപ്പില്ല. അഭിനയിക്കുക. കാപ്പി കടുപ്പ. നമ്മള് നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഡിപ്രഷനിലായി. കിടിലൻ കാപ്പിയായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്കിതാ നമ്മളോട് ഇറങ്ങി പോവാൻ പറഞ്ഞവര്, നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. 12 മണിയാകുമ്പോൾ പോകാൻ പറഞ്ഞു. നമ്മള് പറഞ്ഞു 4 മണി വരെ. 4 മണി വരെ ഞങ്ങള് 6 മണിയാകുമ്പോ. അത് സത്യം പറഞ്ഞ ഒരു ചെറിയൊരു ഇതാണല്ലേ. നമ്മള് കേറുന്ന ടൈം തരണം നമുക്ക് ശരിക്കും. 24 hours. എന്നിട്ട് നമ്മള് ലഞ്ച് പറഞ്ഞു. മീൽസും ബിരിയാണിയും കഴിഞ്ഞു. മീൽസും ബിരിയാണിയും തീർന്നു പോയി. നമ്മള് വീണ്ടും ചൈനീസ്, അതെ, നൂഡിൽസ് വാങ്ങിച്ചു. പിന്നെ സൂപ്പ്, ടിക്ക. നമ്മള് ചൈനയിൽ പോയില്ല. എന്താ? അതെ, മൊത്തം ചൈനീസ് വാങ്ങിച്ചു തിന്നെ. ബിരിയാണി തിന്നണമെന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കും തിന്നണമെന്നുണ്ടായിരുന്നു ശരിക്കും. ഇപ്പൊ കൊണ്ടുവന്നേക്കുന്ന സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ചിക്കൻ ടിക്കയും പിന്നെ 2 ചിക്കൻ സൂപ്പും.
രണ്ടല്ല 1/4 1/2 ഒരെണ്ണം രണ്ടാക്കി ഗൈസ്. അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് കഴിക്കാല്ലേ? അത് നോക്കട്ടെ എന്തുവാന്ന്. അടുത്തത് ഫ്രൈഡ് റൈസ് ഒന്നും പറഞ്ഞില്ല അവര്. അടുത്ത കൊണ്ടുവരുമായിരിക്കും. കൊള്ളാടാ, ഇത് കൊള്ളാം. പക്ഷെ സ്പൈസി അത്രയില്ല. സ്പൈസി അല്ലേ പറഞ്ഞേ? സ്പൈസി എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് സോർ എന്ന് പറയുമ്പോ ഇത്രയും സ്പൈസി കിട്ടത്തുള്ളൂ. ഉള്ളതിൽ സ്പൈസി എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതാണ് ഗൈസ് ചിക്കൻ ടിക്ക. നിങ്ങൾക്ക് ചിക്കൻ ടിക്ക ഇഷ്ടമാണോ? ചിക്കൻ ടിക്ക ഞാൻ ലുലുമാലി വെച്ചേ കഴിച്ചിട്ടുള്ളൂ. ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് വെച്ചാൽ അത്ര ഇഷ്ടമല്ല, എന്നാ കുഴപ്പമില്ല, തിന്നും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. ഇതെന്തോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് നോക്കാം കൊള്ളാമില്ല. നമ്മളിപ്പോ ഇതിനകത്തുനിന്ന് ഇനി അറ്റത്തൂന്ന് ഒരു പീസ് ഇങ്ങനെ എടുക്കുക. സ്പൂണ് വേണ്ടേ? എന്തിന്? ഒരു പീസ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ചട്നിക്കകത്തി മുക്കുക. അതിനുശേഷം എങ്ങനെയുണ്ടാ? കൊള്ളാം. കടൽ മച്ചാന്റെ അല്ലേ? സൂപ്പർ ആയിട്ട് എനിക്ക് പനീർ ടിക്ക ഇഷ്ടപ്പെട്ടു. അല്ല സോറി, എന്താ ചിക്കൻ ടിക്ക എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. സൂപ്പും കൊള്ളായിരുന്നു, പക്ഷെ ടിക്ക കൊള്ളാം, അടിപൊളി. എങ്ങനെയുണ്ട് നോക്ക്. കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്താ? എനിക്ക് ടിക്ക അത്ര ഇഷ്ടമല്ലാതെ കഴിയും. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. കഴിക്കട്ടെ ഗൈസ്. എനിക്ക് ശരിക്കും ടിക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Why you don't like? എന്ത് ടേസ്റ്റ് ഉണ്ട് ഇത്? എനിക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഒന്നാമത് എനിക്ക് മസാല ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ടിക്ക അടിപൊളി, ചിക്കൻ ടിക്ക ഗൈസ്. അപ്പൊ ജോൺസ് റെസിഡൻസിയിലെ ജോൺസി അവിടുത്തെ ടിക്ക കൊള്ളാം, അപ്രൂവ്ഡ്, കൊള്ളാം, മസ്റ്റ് ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ 12 മണിക്ക് വരെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് 4 മണി വരെ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉച്ചക്ക് തിന്നാന്. പറയാനാന്ന് പറ. ഒരു നേരത്തെ ഭക്ഷണത്തിനൊക്കെ 1500 രൂപയോ ഗൈസ്. ഇവിടെ ആരെയാ ഇവിടെ? ഞാനില്ല, ഇതൊക്കെ സ്നേഹം മൊത്തം. അവിടുത്തെ പേര് കേട്ട പൈസക്കാരനാ. കാർഡ് ആണ് ഗൈസ്, എല്ലാം കാർഡിലാ പോകുന്നത്. അയ്യോ, എനിക്ക് പല്ലിനാണ് എടുക്കണം. കാർഡിന്റെ ബില്ല് ജനറേറ്റ് ആകുമ്പോ ജ്യോതിരാജ ഒരു കോളുണ്ട്, പൊന്നെ പൈസ ഇങ്ങിട്ട് തരണേ എന്ന് പറഞ്ഞിട്ട്. ജ്യോതിരാജ എന്റർപ്രണർ അല്ലേ ഗൈസ്, ഷീസ് റിച്ച്. അങ്ങനെ നമ്മള് ടിക്ക ഏകദേശം ഒതുക്കി. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു എനിക്ക് അത്ര താല്പര്യമില്ല, പക്ഷെ കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ജ്യോതിരാജ പിന്നെ സീ ഫുഡ് സാലഡ് വാങ്ങിച്ചാലും പച്ചക്കറി വറുക്കി തിന്നുന്ന ടീമല്ലേ. സീ ഫുഡ് മാറി അവിടെ കിടക്കും, പച്ചക്കറി വറുക്കി തിന്നും. നമ്മള് പാവങ്ങളാടാ. അത് പിന്നെ അതിനകത്ത് സീ ഫുഡ് സാലഡ് വാങ്ങിച്ചു. നമ്മൾ നമ്മുടെ മെയിൻ കോഴ്സിലേക്ക് പോവുകയാണ്. ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് ഇവിടെ ഒരുത്തി പല്ലിലും കൈയിട്ട് ഇങ്ങനെ ഇരിക്കുക. പല്ലിനകത്ത് ചിക്കൻ പോയെന്ന് വേന എടുക്കുന്ന. ഇത് ആവശ്യമില്ലാണ്ട് കമ്പി ഇട്ടതല്ലേ, ഒരാവശ്യമില്ലാണ്ട് കമ്പി ഇട്ടിട്ട് പിന്നെ കമ്പിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ ഉണ്ടല്ലോ ഗൈസ്,
അതത്ര കൂടെ കഴിച്ചപ്പോൾ ഇത് കഴിക്കാനുള്ള മൂഡ് പോയി. അതാ. അത് മാത്രമല്ല, എനിക്കാണ് ചില്ലി ചിക്കൻ ഇഷ്ടമല്ല. എന്നിട്ട് ഞാൻ ചില്ലി ചിക്കൻ വാങ്ങിച്ചത് ഇവക്ക് ഇഷ്ടമായോണ്ട. എനിക്ക് എല്ലിന്റെ കഷ്ണം ഇഷ്ടം, ഇവര് മൊത്തം മാംസമായിട്ടേക്കുന്നു. എന്തായാലും നമ്മളിപ്പോൾ വെക്കേറ്റ് ചെയ്യും. അതിന് മുന്നേ അതിൻ്റെ അകത്തിരുന്ന് റെഡ് ബുള്ള് നമുക്ക് എടുത്ത് കുടിക്കാം. റെഡ് ബുൾ എനർജി ഡ്രിങ്ക്. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. കേസ് നമ്മൾ ഇറങ്ങി പോവാൻ പോവാണ്. ഇത്ര സന്തോഷമല്ലായിരുന്നു. കുറച്ച് മുന്നേ എനിക്ക് സങ്കടമാ ശരിക്കും. നമ്മൾ അങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് നമ്മൾ ഇങ്ങനെ കിട്ടാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഒത്തിരി ചിരിച്ചു, പടം കണ്ടു, നമ്മുടെ പേഴ്സണലായിട്ട് കുറച്ച് നല്ല ടൈം കിട്ടി. അതിൽ സന്തോഷം. നമുക്ക് 12 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങി പൊക്കോളാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അന്ന് 1000 രൂപ കൂടുതൽ വരണമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ 4 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും. ഇപ്പോൾ സമയം 3:47 അങ്ങനെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. ഇങ്ങനത്തെ ടൈമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ടൈം നിങ്ങളും അതേപോലെ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇവനെ വീൽ ചെയർ കയറ്റിയിട്ട് നമുക്ക് താഴോട്ട് പോകാം ഗൈസ്. യദു കൃഷ്ണ വീൽ ചെയറിലോട്ട് കയറാണ് ഗൈസ്. ഇങ്ങനെയാണ് അവൻ കയറുന്നത്. ഞാനിവിടെ ഒന്ന് ചെന്ന് പിടിക്കട്ടെ. അവന് തന്നെ കയറാൻ അറിയാം, പക്ഷെ കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്, അവന് തന്നെ കയറാൻ അറിയാം. പക്ഷെ നമ്മുടെ ഒരു എൻ്റെ ഒരു ഇതിന് ഞാനൊന്ന് പോയി പിടിക്കട്ടെ. പോകെ പോയി. ഇവൻ എന്തൊരു ഇവൻ സമ്മതിക്കത്തുമില്ല. നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇനിയും നമ്മൾക്ക് താഴെ റിസപ്ഷനിൽ പോയിട്ട് വെക്കേറ്റ് ചെയ്യാം. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. അയ്യോ കാണണം. നമ്മളങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി ചെക്കൗട്ട് ചെയ്ത് ബില്ല് വരാൻ നോക്കിയിരിക്കുകയാണ് ഗൈസ്. സ്പീഡ് പ്രൊമോഷനൊന്നുമല്ല, നമ്മൾ പൈസ കൊടുത്താണ് ഇവിടെ വന്നത്. ജസ്റ്റ് ഫോർ അവർ ഹാപ്പിനെസ്. താങ്ക് യു. ഗൈസ് ബില്ലാണ് ഗൈസ്, കാണിക്കാം. ബൈ. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. ജ്യോതികാജ് പോകാൻ വഴിയൊന്നുമില്ല ഗൈസ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് 2 പേർക്കും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. നമുക്കൊരു കാറൊക്കെ ഒന്നും എടുത്തില്ലെങ്കിൽ ഒരു ശരിയാത്തില്ല. ഈ സ്ഥാനത്ത് എനിക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ എല്ലാണെന്നുണ്ടെങ്കിൽ ഇവളെ മടി ഇരുത്തിക്കൊണ്ട് പോകാൻ ഗൈസ്. പക്ഷെ അല്ലാത്ത പക്ഷെ ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതിനൊക്കെയാണ് നമ്മൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. നമുക്കിനിയും പയ്യെ വെളിയിലോട്ട് ഇറങ്ങാം ഗൈസ്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് എന്തുവാ എങ്ങനെയാ നോക്കാം. വലിയ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോകുന്നത് നോക്കൂ. നടന്ന് കൂറ. ഭയങ്കര സന്തോഷം. ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഒക്കെ. ഓ മൈ ഗോഡ്. എനിക്കിനി ഒന്നും വേണ്ട എന്റെ പൊന്നെ. അപ്പം എന്തായിരുന്നു സന്തോഷം. എനിക്ക് ജ്യോതികയ്ക്ക് ഭയങ്കര സന്തോഷം. എനിക്കും ഭയങ്കര സന്തോഷം ഗൈസ്. കുറെ നാളെ പിന്നെ ഭയങ്കര വെയിൽ, അതേ ഉള്ളു പ്രശ്നം. ഞാൻ കുടിച്ചു, എനിക്ക് വേണ്ട. ഇല്ല, ഇത് നിക്കത്തില്ല. നമുക്കൊരു കരിക്ക് കുടിക്കാൻ ഗൈസ്. ഒരു കരിക്ക് കുടിച്ചിട്ട് നൈസായിട്ട് പോവാ അങ്ങ് മുന്നോട്ട്. കരിക്ക് കണ്ട് ചെത്തിക്കൊണ്ടിരിക്കുന്നു. ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് ആദിരാജയുടെയൊക്കെ വന്നു. ഇവരെന്തൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടുത്തൊരു പുതിയ വ്ളോഗുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ ബൈ. കൊച്ചു പിള്ളേരൊക്കെ ഹായ് കാണിച്ചു. അപ്പൊ ഓക്കെ ബൈ, ടാറ്റ.